നാളികേര കൃഷി നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കീടരോഗബാധകളാണ്. നമുക്കറിയാം, കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമായിട്ട് നമ്മുടെ മുന്നിലുണ്ട്. കേരളം ഒരിക്കൽ പോലും ജനുവരി മാസത്തിൽ കിട്ടാത്തത്ര മഴയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ പെയ്തത്. അപ്പോൾ ഇങ്ങനെ കാലാവസ്ഥയുടെ വ്യതിയാനവും ഒക്കെ കൊണ്ട് മണ്ട അഴുകൽ അല്ലെങ്കിൽ ബഡ് റോട്ട് എന്ന് പറയുന്ന രോഗം, അതുപോലെ ലീഫ് റോട്ട് അല്ലെങ്കിൽ ഇലകൾ ദ്രവിച്ചു പോകുന്ന അസുഖം, ഫംഗൽ രോഗം, കൊമ്പൻ ജെല്ലി, ചെമ്പൻ ജെല്ലി, മണ്ടരി ബാധ, ഇങ്ങനെ നിരവധിയായിട്ടുള്ള കീടങ്ങളും രോഗങ്ങളും കൊണ്ട് തന്നെ കൃഷിക്കാർ വല്ലാതെ പൊറുതിമുട്ടിയിരിക്കും. ഇപ്പം ചെറിയ തെങ്ങുകളിൽ ഇതിനെ പ്രതിരോധിക്കാനോ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങളും മറ്റും നടത്തുന്നതിന് പ്രയാസമില്ല. പക്ഷെ വലിയ തെങ്ങുകളിൽ ഓരോ 3 മാസം കൂടുമ്പോൾ ഇതിൻ്റെ ഓലക്കവിളുകളിൽ പ്രതിരോധ മരുന്നുകൾ നിക്ഷേപിക്കുക, ഇതിൻ്റെ നടുനാമ്പിൽ രോഗബാധ വരാതിരിക്കാനായിട്ടുള്ള കുമിൾനാശിനികൾ പ്രയോഗിക്കുക എന്നുള്ളതൊക്കെ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ലേബർ കോസ്റ്റ് വളരെ കൂടുതലാണ്. അപ്പം അതാണ് ഇന്ന് കേരളത്തിലെ നാളികേര കർഷകർ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. രണ്ടാമത്തേത് തെങ്ങ് കയറാനുള്ള തൊഴിലാളികളുടെ കുറവും ഉയർന്ന കൂലിയുമാണ്. അപ്പോൾ പണ്ട് തെങ്ങ് കയറാനായിട്ട് നമുക്ക് സ്ഥിരം നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിൽ തന്നെ സ്ഥിരം നമ്മളുടെ തെങ്ങ് കയറ്റക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് അവർ വിളവെടുക്കുന്ന തേങ്ങയുടെ പണ്ട് കാലങ്ങളിൽ നമ്മളുടെ നാട്ടിൻപുറങ്ങളിൽ സ്ഥിരമായിട്ട് തേങ്ങ ഇടാനായിട്ട് ഓരോ കുടുംബങ്ങളിലും വരുന്ന സ്ഥിരം തൊഴിലാളികളുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഒരു ആവശ്യമായിരുന്നു കൂടുതൽ ഉൽപ്പാദനം ഉണ്ടാവുക. ആ ഉൽപ്പാദനത്തിന് ആനുപാതികമായിട്ടായിരുന്നു അവർക്ക് അതിൻ്റെ കൂലിയും ഒക്കെ ലഭിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ തെങ്ങിൻ്റെ മണ്ട വൃത്തിയാക്കുക, തേങ്ങാക്കുല ഒടിഞ്ഞു വല്ലം പോകാൻ സാധ്യതയുണ്ടെങ്കിൽ അതിന് താങ്ങ് കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വർഷത്തിൽ ഒന്നോ രണ്ടോ തവണ ചെയ്യേണ്ടത് അവരുടെയും കൂടി ഒരു ആവശ്യമായിരുന്നത് കൊണ്ട് കൃത്യമായിട്ട് ഈ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ മുൻകാലങ്ങളിൽ നമ്മൾ ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് തെങ്ങ് കയറുന്ന തൊഴിലാളി തേങ്ങ വെട്ടിയിടുക എന്നുള്ളതിനപ്പുറം തെങ്ങിൻ്റെ മണ്ട വൃത്തിയാക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ പ്രതിരോധ മരുന്നുകൾ സ്വീകരിക്കുകയോ ചെയ്യുന്ന ഒരു പ്രവൃത്തിക്ക് തൽപരരല്ല. അപ്പം അത് ഈ മേഖലയുടെ ഒരു പ്രശ്നമാണ്, ഈ മേഖല നേരിടുന്ന ഒരു പ്രശ്നമാണ്. അതുപോലെ തന്നെ തെങ്ങൊരു തോട്ടവിളയാണ്, ഒരു പ്ലാന്റേഷൻ ക്രോപ്പാണ്. ഒരു കാപ്പിത്തോട്ടമോ അല്ലെങ്കിൽ ഒരു തേയിലത്തോട്ടമോ അല്ലെങ്കിൽ ഒരു റബ്ബർ തോട്ടമോ ഒക്കെ എങ്ങനെയാണ് നമ്മൾ പരിപാലിക്കുന്നത്? കൃത്യമായിട്ടുള്ള ഓരോ മാസവും ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു കൃത്യമായ ഷെഡ്യൂളിംഗ് അതിനകത്തുണ്ട്. അപ്പം അത്തരത്തിലുള്ളൊരു ശാസ്ത്രീയ പരിചരണം നൽകേണ്ട ഒരു തോട്ടവിള നമ്മൾ വളരെ വളരെ എന്താ പറയുക, വേണ്ടത്ര ഗൗരവത്തോടു കൂടി അല്ലാതെ പരിപാലിക്കുന്നതിൻ്റെ പ്രശ്നങ്ങളാണ് അടുത്തത്. ശാസ്ത്രീയമായിട്ടുള്ള വളപ്രയോഗ രീതികൾ അവലംബിക്കുന്നതിൽ കർഷകർ ഒന്നുകിൽ അജ്ഞരാണ് അല്ലെങ്കിൽ അത് വിമുഖത പ്രകടിപ്പിക്കുന്നു. മറ്റൊന്ന്, നമ്മുടെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ജലസേചനം നൽകുക എന്നുള്ളതാണ്. നമുക്കറിയാം, കേരളത്തിൻ്റെ കാലാവസ്ഥ വർഷത്തിൽ 6 മാസം മഴയും 6 മാസം മഴയില്ലാത്ത അവസ്ഥയുമാണ്. ഈ മഴയില്ലായ്മ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു വിളയാണ് തെങ്ങ്. കാരണം തെങ്ങിന് ഓരോ മാസവും ഓരോ ഓല ഉണ്ടാവുകയും ആ ഓരോ ഓലയുടെയും ആക്സിൽ അല്ലെങ്കിൽ കക്ഷത്ത് നിന്ന് ഒരു പൂങ്കുല ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ ഏതൊക്കെ മാസങ്ങളിലാണോ തെങ്ങിന് വേണ്ടത്ര വളവും വെള്ളവും മണ്ണിൽ നിന്ന് മുകളിലേക്ക് എത്താത്തത്, ആ മാസങ്ങളിൽ ഉണ്ടാകുന്ന പൂങ്കുലകളിൽ പെൺപൂക്കൾ വലിയ അളവിൽ കൊഴിഞ്ഞു പോകുന്നത് ഒരു സാധാരണ കാഴ്ചയാണ്. അപ്പോൾ നമ്മൾ ഡിസംബർ മുതൽ മെയ് വരെയുള്ള കാലഘട്ടത്തിൽ ജലസേചന സൗകര്യങ്ങൾ വേണ്ടത്ര തെങ്ങുകൾക്ക് നൽകുകയാണെങ്കിൽ തെങ്ങിൻ്റെ ഉൽപ്പാദനക്ഷമത ഇരട്ടിയാക്കാൻ സാധിക്കുമെന്ന് നമ്മുടെ ഗവേഷണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജലസേചന സൗകര്യമില്ലായ്മ, മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളൊക്കെ തന്നെ ഈ ജലസേചനത്തിൻ്റെ കാര്യത്തിൽ നമ്മളെക്കാൾ ഒരുപടി മുന്നിലാണ്. അപ്പോൾ ജലസേചന സൗകര്യമില്ലായ്മ നമ്മുടെ ഉൽപ്പാദനക്ഷമതയെ പിന്നോട്ടടിക്കുന്ന ഒരു ഘടകമാണ്. നല്ല ഇനം നടീൽ വസ്തുക്കളുടെ സമയോചിതമായ ലഭ്യതക്കുറവ് മറ്റൊരു വിഷയമാണ്.
നമുക്കറിയാം തെങ്ങിന് പ്രധാനമായിട്ടും 3 തരത്തിലുള്ള ഇനങ്ങളുണ്ട്. നെടിയ ഇനങ്ങൾ അല്ലെങ്കിൽ ടോൾ വെറൈറ്റീസ്, കുറിയ ഇനങ്ങൾ അല്ലെങ്കിൽ കുള്ളൻ ഇനങ്ങൾ ഡ്വാർഫ് വെറൈറ്റീസ്. ഇത് രണ്ടും കൂടി ക്രോസ് ചെയ്ത് ഹൈബ്രിഡൈസ് ചെയ്തുണ്ടാക്കുന്ന സങ്കര ഇനങ്ങൾ അത് തന്നെ 2 തരത്തിലുണ്ട്. D*T എന്നും T*D എന്നുമുള്ള 2 തരത്തിലുള്ള സങ്കര ഇനങ്ങൾ നമുക്കുണ്ട്. അപ്പൊ ഇത് നമ്മുടെ ഏറ്റവും നല്ല നടീൽ കാലം എന്ന് പറയുന്നത് ഇടവപ്പാതി തുടങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള സമയമാണ്. പ്രത്യേകിച്ച് മേടമാസം, മേടപ്പത്തിന് അല്ലെങ്കിൽ 10-ാം ഉദയം എന്ന് പറയുന്ന ആ സമയത്താണ് പരമ്പരാഗതമായിട്ട് കേരളത്തിൽ തെങ്ങ് നടുന്നതിന് ഏറ്റവും അനുയോജ്യമായ സമയമായിട്ട് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് നടുന്നതിന് വേണ്ടി നമ്മുടെ ഗവൺമെൻറ് ഫാമുകളും അതുപോലെ കാർഷിക സർവകലാശാലയുടെയും കോക്കനട്ട് ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെയും ഒക്കെ സംവിധാനങ്ങൾ നല്ല രീതിയിൽ കർഷകർക്ക് വേണ്ടത്ര അളവിലുള്ള നടീൽ വസ്തുക്കൾ നൽകാനായിട്ട് നമുക്കിപ്പോഴും കഴിയാറില്ല. അത് ഒരു പ്രശ്നമാണ്. പിന്നെ നമുക്കറിയാം മറ്റ് വടക്ക് കിഴക്കൻ ഏഷ്യൻ സംസ്ഥാനങ്ങളാണ് നമുക്ക് ഇക്കാര്യത്തിൽ തേങ്ങയുടെ കാര്യത്തിൽ ഒരു വലിയ വെല്ലുവിളി ഉയർത്തുന്ന രാജ്യങ്ങൾ. ഫിലിപ്പൈൻസ്, ഇന്തോനേഷ്യ, തായ്ലൻഡ്, വിയറ്റ്നാം. അപ്പോൾ ഇതുപോലെയുള്ള രാജ്യങ്ങൾ ചെറിയ രാജ്യങ്ങളാണ്. പക്ഷെ അവർ ഈ തേങ്ങയുടെ വാല്യൂ അഡിഷൻ അല്ലെങ്കിൽ മൂല്യവർദ്ധനവിന് നൽകുന്ന പ്രാധാന്യത്തിൻ്റെ ഒരംശം പോലും നമ്മളിവിടെ നൽകുന്നില്ല. നമുക്കിവിടെ തേങ്ങ പാചകത്തിനും അത് കൊപ്രയാക്കി വെളിച്ചെണ്ണയും എന്നുള്ളതിനപ്പുറം കുറച്ചൊക്കെ കരിക്കിനും അപ്പുറം മറ്റ് 10-40ഓളം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള വലിയ സാധ്യതകളാണ് തെങ്ങിനുള്ളത്. പക്ഷേ നമ്മൾ ആ ഒരു സാധ്യത പ്രയോജനപ്പെടുത്തുന്നില്ല. അതുകൊണ്ട് തന്നെ കർഷകന്റെ ലാഭവിഹിതം കുറവാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഏറ്റക്കുറച്ചിലുകൾ, അതിൻ്റെ മഴയുടെയും ഊഷ്മാവിൻ്റെയും ഏറ്റക്കുറച്ചിലുകൾ ഈ മണ്ടരി അതുപോലെ വെള്ളീച്ച പോലുള്ള കീടങ്ങളുടെ വ്യാപനത്തിന് കാരണമാകുന്നുണ്ട്. അത് ഉൽപാദനക്ഷമതയെ കുറയ്ക്കുന്നുണ്ട്. അതുപോലെ മതിയായ യന്ത്രവൽക്കരണത്തിൻ്റെ കുറവ് ഒരു വലിയ പ്രശ്നമാണ്. ഇപ്പോൾ തെങ്ങിന് തടം തുറക്കുക, ഒരാളെ നിർത്തി നമ്മൾ തെങ്ങിന് തടം തുറക്കുമ്പോൾ ഒരാൾ ഒരു ദിവസം 8-10 തെങ്ങിനായിരിക്കും ഒരു പക്ഷേ തടം തുറക്കുക. അപ്പോൾ ഇന്നത്തെ 750 മുതൽ 800-850 രൂപ വരെ കൂലിയുള്ള ഒരു സാഹചര്യത്തിൽ ഒരു തെങ്ങിന് തടം തുറക്കാൻ അത്രയും ചെലവ് വരുമെന്ന് കണക്ക് കൂട്ടി പലരും തെങ്ങിന് കൃത്യമായിട്ട് തടം തുറന്ന് അതിൻ്റെ വളപ്രയോഗമൊന്നും നടത്തുന്നതിൽ വിമുഖരാണ്. അതേസമയം വളരെ എളുപ്പത്തിൽ ഈ തടം തുറക്കുന്നതിന് ആവശ്യമായിട്ടുള്ള യന്ത്രങ്ങൾ നമുക്ക് ലഭ്യമാക്കുകയാണെന്നുണ്ടെങ്കിൽ കൃഷിക്കാർ തടം തുറക്കാനും അതിനുള്ള സംയോജിത വളപ്രയോഗ രീതികൾ പിന്തുടരാനും കുറച്ചും കൂടിയൊക്കെ മുന്നോട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ തെങ്ങ് കൃഷിയായിട്ട് ബന്ധപ്പെട്ടുള്ള കീടരോഗ പ്രശ്നങ്ങൾ, മൂലക അപര്യാപ്തത അല്ലെങ്കിൽ വളപ്രയോഗത്തിൻ്റെ പ്രശ്നങ്ങൾ, യന്ത്രവൽക്കരണത്തിൻ്റെ പ്രശ്നങ്ങൾ, ഈ കീടരോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിൻ്റെ ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് കേരഗ്രാമം എന്ന് പറയുന്ന പദ്ധതി ഗവൺമെൻറ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ എന്തൊക്കെ ഘടക പദ്ധതികളാണ് നമുക്കിതിൽ കിട്ടുക എന്ന് നമുക്ക് നോക്കാം. ഇതിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ഒന്ന് ഈ സംയോജിത വളപ്രയോഗ രീതികൾക്ക് മുൻഗണന കൊടുക്കുക എന്നുള്ളതാണ്. എല്ലാ വാർഡുകളിലും വാർഡ് തല സമിതികൾ, കേര കർഷകരുടെ വാർഡ് തല സമിതികൾ രൂപീകരിച്ച് അവർക്ക് പരിശീലനങ്ങൾ നൽകി എങ്ങനെയാണ് ഒരു തെങ്ങിന് ശാസ്ത്രീയമായിട്ടും മണ്ണ് പരിശോധനാധിഷ്ഠിതമായിട്ടും സംയോജിതമായിട്ടുമുള്ള രീതിയിൽ വളപ്രയോഗം നടത്താൻ സാധിക്കുക എന്നുള്ളതിനുള്ള പ്രചരണ പരിപാടികളും പരിശീലന പരിപാടികളും സബ്സിഡി നിരക്കിൽ വളങ്ങൾ നൽകുന്നതിനുമുള്ള ഒരു ഘടക പദ്ധതി കേരഗ്രാമത്തിലുണ്ട്. രാസവളങ്ങൾ 50% സബ്സിഡി നിരക്കിലും കുമ്മായം, ഡോളമൈറ്റ് പോലെയുള്ള വസ്തുക്കൾ 75% സബ്സിഡി നിരക്കിലും മഗ്നീഷ്യം സൾഫേറ്റ്, ബോറാക്സ്, ജൈവവളങ്ങൾ എന്നിവ 50% സബ്സിഡി നിരക്കിലും കൊടുക്കാനായിട്ടുള്ള പ്രൊവിഷൻ ഈ സംയോജിത വളപ്രയോഗം എന്ന ഘടക പദ്ധതിയിലുണ്ട്. അപ്പം അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ 250 ഹെക്ടർ വരുന്ന തെങ്ങിൻ തോട്ടങ്ങളിൽ വളരെ ജനകീയ പങ്കാളിത്തത്തോടു കൂടി മണ്ണ് പരിശോധന അധിഷ്ഠിതമായിട്ട് സംയോജിത വളപ്രയോഗ രീതികൾ പിന്തുടരാനായിട്ടുള്ള ഒരു ഘടക പദ്ധതി ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ആവിഷ്കരിക്കാവുന്നതാണ്. രണ്ടാമത്തേത് സംയോജിത കീടരോഗ നിയന്ത്രണം എന്ന് പറയുന്ന പദ്ധതിയുടെ പ്രചാരണമാണ്. പ്രധാനമായിട്ടും ഈ തെങ്ങിൻ്റെ മണ്ട അഴുകുക, ഇലകൾ ദ്രവിക്കുക, ചെമ്പൻ ജെല്ലി, കൊമ്പൻ ജെല്ലി, മണ്ടരി
ഇത്തരം കീടങ്ങളെ നിയന്ത്രിക്കുന്നതിനാവശ്യമായിട്ടുള്ള ശാസ്ത്രീയമായ മാർഗങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് തെങ്ങിൻ്റെ മണ്ട വൃത്തിയാക്കുന്നതിന് 50% സബ്സിഡി നിരക്കിൽ 50 രൂപയും അതിൻ്റെ കവിളുകളിലും മണ്ടയിലും മരുന്ന് നിക്ഷേപിക്കുന്നതിനും മരുന്ന് സ്പ്രേ ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ള ജൈവ രാസ കീട കുമിൾനാശിനികളുടെ വിലയുടെ 50% ഒരു തെങ്ങിന് 10 രൂപ നിരക്കിലും ഈ സ്കീമിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പ്രൊവിഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു പ്രദേശത്ത് ഒരു ക്യാമ്പയിൻ മോഡിൽ ഒരു തീവ്ര യജ്ഞ പരിപാടിയായിട്ട് ഈ തെങ്ങിൻ്റെ മണ്ട വൃത്തിയാക്കി അതിൻ്റെ കൂമ്പിലും അതിൻ്റെ ഓലക്കവിളുകളിലും മരുന്നുകൾ നിക്ഷേപിക്കുന്ന പദ്ധതി നടപ്പിലാക്കിയാൽ തന്നെ വലിയ മാറ്റങ്ങൾ അവിടെ ഉണ്ടാവും. പക്ഷേ ഇത് ഒരു തവണ ചെയ്യാൻ മാത്രമാണ് ഇതിൽ പ്രൊവിഷൻ ഉള്ളത്. പിന്നീട് ആ കർഷകർ അതിൻ്റെ ഗുണഫലങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് 3 മാസം കൂടുമ്പോൾ ഇതിനുള്ള നടപടികൾ എടുക്കണം എന്നുള്ളതാണ് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത്. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട തെങ്ങിൽ നിന്നുള്ള വരുമാനം വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടക പദ്ധതിയാണ് പ്രൊമോഷൻ ഓഫ് ഇന്റർ ക്രോപ്പിംഗ്, അല്ലെങ്കിൽ ഇടവിള കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത്. നമുക്കറിയാം, ഒരു തെങ്ങ് നട്ട് കഴിഞ്ഞാൽ ആദ്യത്തെ 7 കൊല്ലം വളരെ സമൃദ്ധമായിട്ട് സൂര്യപ്രകാശം നമുക്ക് തെങ്ങിൻ തോട്ടങ്ങളിൽ ലഭിക്കും. അതുകൊണ്ട് തന്നെ 7 കൊല്ലം നമുക്ക് ഏത് ഹ്രസ്വകാല ഏകവർഷ വിളകളും നമുക്ക് തെങ്ങിൻ്റെ ഇടവിളയായിട്ട് ചെയ്യാൻ സാധിക്കും. പച്ചക്കറികൾ, വാഴ, കിഴങ്ങുവർഗ്ഗങ്ങൾ, തീറ്റപ്പുല്ല്, പൈനാപ്പിൾ, ഇഞ്ചി, മഞ്ഞൾ പോലുള്ള സുഗന്ധ വ്യഞ്ജനങ്ങൾ, ഇതൊക്കെ നമുക്ക് ആദ്യത്തെ 7 കൊല്ലം വളരെ വിജയകരമായിട്ട് ഇടവിള കൃഷി ചെയ്യാൻ സാധിക്കും. പിന്നെ തെങ്ങ് വളരുന്നതിനനുസരിച്ച് സൂര്യപ്രകാശത്തിൻ്റെ ലഭ്യത കുറയുന്നു. ഈ ലഭ്യത കുറയുമ്പോൾ ഇടവിള കൃഷികൾ അല്പം പ്രശ്നത്തിലാകുന്നുണ്ട്. അപ്പോൾ തണൽ സഹിക്കുന്ന അല്ലെങ്കിൽ അല്പമെങ്കിലും തണലിനെ ടോളറേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഇടവിളകൾ മാത്രമാണ് നമുക്ക് 7 മുതൽ 25 കൊല്ലം വരെ നമുക്ക് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ അവിടെ നമുക്ക് മഞ്ഞൾ, ഇഞ്ചി, ചേന, ചേമ്പ്, കൂവ ഇങ്ങനെയുള്ള വിളകൾ നമുക്ക് ഈ 7 മുതൽ 25 വരെയുള്ള വർഷക്കാലത്തേക്ക് നമുക്ക് ചെയ്യാൻ സാധിക്കും. വീണ്ടും 25 കൊല്ലം കഴിയുമ്പോൾ തെങ്ങ് വളരെ പൊക്കത്തിലാവുകയും താഴേക്ക് വരുന്ന സൂര്യപ്രകാശത്തിൻ്റെ അളവും മേന്മയും ക്വാളിറ്റിയും വർദ്ധിക്കുന്നതിനനുസരിച്ച് വീണ്ടും നമുക്ക് ആദ്യം പറഞ്ഞ പോലെയുള്ള വിളകളിലേക്ക് പോകാൻ സാധിക്കും. അപ്പം ഇങ്ങനെ ഒരു തെങ്ങിൻ തോട്ടത്തിലെ 30% സ്ഥലം മാത്രമാണ് തെങ്ങ് പ്രയോജനപ്പെടുത്തുന്നത്. ബാക്കി 70% സ്ഥലവും തെങ്ങ് വേണ്ടത്ര രീതിയിൽ ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് ബാക്കി 70% സ്ഥലത്ത് ഇടവിളകൾ കൃഷി ചെയ്ത് നമ്മുടെ പ്രോഫിറ്റ് അല്ലെങ്കിൽ നമ്മുടെ അറ്റാദായം വർദ്ധിപ്പിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് കർഷകർ പിന്തുടരേണ്ടത്. അത് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഹെക്ടറിന് 6000 രൂപ എന്നുള്ള ഒരു സബ്സിഡി നിരക്ക് കേരഗ്രാമം പദ്ധതിയിൽ വെച്ചിട്ടുണ്ട്. അപ്പം ഒരു ഹെക്ടറിന് 12000 രൂപ ഇടവിള ചെയ്യാനായിട്ട് ചെലവ് വരുന്നുവെങ്കിൽ അതിൻ്റെ പകുതി 6000 രൂപ കർഷകന് ക്യാഷായിട്ടോ നടിയിൽ വസ്തുക്കളായിട്ടോ അല്ലെങ്കിൽ ഗുണമേന്മയുള്ള മറ്റ് ജൈവരാസവളങ്ങളായിട്ടോ ഇത് വാങ്ങാവുന്ന രീതിയിലാണ് ഇത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അതെങ്ങനെ വേണം എന്നുള്ളത് അവിടെ പ്രവർത്തിക്കുന്ന കേര കർഷക സമിതിയുടെ ടെക്നിക്കൽ കമ്മിറ്റി, കൃഷി വിജ്ഞാന കേന്ദ്രം, കാർഷിക സർവകലാശാല, കൃഷി വകുപ്പ് പോലെയുള്ള എല്ലാ ഇതുമായിട്ട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുടെ വിദഗ്ധരടങ്ങുന്ന ഒരു സാങ്കേതിക സമിതിയാണ് ഏത് തരത്തിലുള്ള ഇടവിളകളാണെന്നും അത് എത്തരത്തിലാണ് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇനി ജലസേചന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനുള്ളൊരു ഘടക പദ്ധതി ഇതിൽ വെച്ചിട്ടുണ്ട്. 50% സബ്സിഡി നിരക്കിൽ പമ്പ് സെറ്റുകൾ, ഒരു പമ്പ് സെറ്റിൻ്റെ വിലയുടെ പകുതിയോ 10000 രൂപയോ ഏതാണോ കുറവ് ആ തുക കർഷകന് ക്യാഷ് സബ്സിഡി ആയിട്ട് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ ലഭിക്കുന്നു. അദ്ദേഹം ചെയ്യേണ്ടത് ഗുണമേന്മയുള്ള, എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള, സ്റ്റാർ റേറ്റിംഗ് കൂടുതലുള്ള, തൻ്റെ തോട്ടത്തിന് യോജിച്ച തരത്തിലുള്ള ജലസേചന പമ്പ് സെറ്റുകളും ആക്സസറീസും വാങ്ങുക, അത് സ്ഥാപിക്കുക, അതിൻ്റെ ബില്ലുകൾ കൃഷിഭവനിൽ നൽകുക, അതിൻ്റെ 50%മോ 10000 രൂപയോ ഏതാണോ കുറവ് ആ സബ്സിഡി അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് നൽകും. അതുപോലെ തന്നെ ജലസേചന കിണറുകൾ 30 സെൻറ്റ് സ്ഥലമെങ്കിലുമുള്ള കർഷകനായിരിക്കണം. അദ്ദേഹം ജലസേചന സൗകര്യത്തിന് വേണ്ടി സ്ഥാപിച്ച കിണറിന് അതിൻ്റെ വാല്യുവേഷനെ അടിസ്ഥാനപ്പെടുത്തി 10000 രൂപ സബ്സിഡി നൽകുന്ന പദ്ധതി, ഘടക പദ്ധതിയും. അപ്പോൾ അത് ഏതാണ്ട് 5 ലക്ഷം രൂപ, 4 മുതൽ 5 ലക്ഷം രൂപ വരെ ഈ ഒന്നാം ഘട്ട പദ്ധതിയിൽ ജലസേചന സൗകര്യങ്ങളുടെ മെച്ചപ്പെടുത്തലിന് പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പരമാവധി കർഷകർ ഈ പമ്പ് സെറ്റുകൾക്കും ജലസേചന കിണറുകൾക്കുമുള്ള സബ്സിഡികൾ ഇതിൽ നിന്നും തരപ്പെടുത്താൻ ശ്രദ്ധിക്കണം. അടുത്തത്, തെങ്ങിന് ഏറ്റവും കൂടുതൽ ജൈവകൃഷിക്ക് ഏറ്റവും
നന്നായി പ്രതികരിക്കുന്ന ഒരു വിളയാണ് തെങ്ങ്, നാളികേരം. ഒരു വർഷം ഒരു ശരാശരി വിളവ് കിട്ടുന്ന തെങ്ങിന് 25 കിലോ എങ്കിലും ചാണകപ്പൊടിയും 5 കിലോ എങ്കിലും വേപ്പിൻ പിണ്ണാക്കും പിന്നെ ധാരാളം അതിൻ്റെ തന്നെ ഓലയും മടലും അടങ്ങുന്ന ചകിരിച്ചോറും തൊണ്ടും അടങ്ങുന്ന വേസ്റ്റും കൊടുത്തിരിക്കണമെന്നാണ് ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത് പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി കൃഷിക്കാരന് ജൈവവള നിർമ്മാണ യൂണിറ്റുകൾ സ്ഥാപിക്കാവുന്നതാണ്. കമ്പോസ്റ്റ് കുഴികൾ, കമ്പോസ്റ്റ് ടാങ്കുകൾ, മണ്ണിര കമ്പോസ്റ്റ്, ചകിരിച്ചോർ കമ്പോസ്റ്റ്, എയ്റോബിക് കമ്പോസ്റ്റുകൾ, ഇത്തരത്തിലുള്ള വളനിർമ്മാണ യൂണിറ്റുകൾ നിശ്ചിത അളവിൽ നിർമ്മിക്കുന്നതിന് ഇതിൽ സബ്സിഡികൾ പ്രൊവിഷൻ ചെയ്തിരിക്കുന്നു. 8 പേർക്ക്, ഒന്നാം ഘട്ടത്തിൽ 8 കർഷകർക്ക് ഈ പറയുന്ന അളവിലുള്ള കമ്പോസ്റ്റ് ടാങ്കുകളോ കുഴികളോ നിർമ്മിക്കുന്നതിന് 10,000 രൂപ നിരക്കിൽ ലഭിക്കുന്ന രീതിയിലാണ് ഇതിൽ സബ്സിഡി പ്രൊവിഷൻ ചെയ്തിരിക്കുന്നത്. ഇനി യന്ത്രവൽക്കരണം തെങ്ങിൽ വരേണ്ട മറ്റൊരു മേഖല തെങ്ങ് കയറ്റത്തിലാണ്. തെങ്ങ് കയറാനുള്ള തൊഴിലാളികളുടെ ലഭ്യതക്കുറവും അവരുടെ കൂലി കൂടുതലും ഒക്കെ ഒരു വലിയ പ്രശ്നമാണെന്ന് നേരത്തെ പറഞ്ഞു. അപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് കേരഗ്രാമം 1-ാം ഘട്ടത്തിൽ ഒരു പഞ്ചായത്തിൽ 61 കർഷകർക്ക് തെങ്ങ് കയറ്റ യന്ത്രങ്ങൾ സബ്സിഡി നിരക്കിൽ നൽകുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ സബ്സിഡി കേരള അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ, അതുപോലെ റെയ്ഡ്കോ എന്നൊക്കെ പറയുന്ന കേരള സഹകരണ സർക്കാർ സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ ഇവരുടെ യന്ത്രങ്ങൾക്ക് സബ്സിഡികൾ നൽകുന്നു. അപ്പം അത് ഒരു യന്ത്രത്തിന് 2,000 രൂപ നിരക്കിൽ 61 കർഷകർക്ക് 1,22,000 രൂപ ഈ യന്ത്രങ്ങൾക്ക് സബ്സിഡി നൽകാനായിട്ട് ഇതിൽ പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട്. ഇനി കർഷകരെ ഏറ്റവും ആകർഷിക്കുന്ന അല്ലെങ്കിൽ കർഷകരെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു ഘടക പദ്ധതിയാണ് രോഗം ബാധിച്ചതും ഉൽപാദനക്ഷമത നഷ്ടപ്പെട്ടതുമായ തെങ്ങുകൾ വെട്ടിമാറ്റി പകരം ഗുണമേന്മയുള്ള പുതിയ തൈകൾ വെച്ച് പിടിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന സർവേ, ആ പഞ്ചായത്തിൽ രൂപീകരിക്കുന്ന കേര കർഷക സൊസൈറ്റി വാർഡ് തല സമിതികളും നടത്തുന്ന സർവേയിൽ എത്ര തെങ്ങുകൾ ഉൽപാദനക്ഷമതയില്ലാതെ രോഗം ബാധിച്ച് പ്രായാധിക്യം ചെന്ന് നിൽക്കുന്നുവോ ആ തെങ്ങുകളിൽ സെലക്ട് ചെയ്ത് 2,500 തെങ്ങുകൾ മുറിച്ചു മാറ്റി ഒരു തെങ്ങിന് 1,000 രൂപ നിരക്കിൽ ആ കർഷകന് സമാശ്വാസ സഹായം എത്തിക്കുന്ന പദ്ധതിയാണ്. അപ്പോൾ 1-ാം ഘട്ടത്തിൽ 2,500 തെങ്ങുകൾ, രോഗം ബാധിച്ചതും പ്രായാധിക്യം ചെന്നതുമായ തെങ്ങുകൾ വെട്ടിമാറ്റുന്നതിന് 25 ലക്ഷം രൂപയാണ് ഇതിൽ പ്രൊവിഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ തെങ്ങ് മുറിക്കുന്ന സ്ഥലത്ത് ഒരു പുതിയ തെങ്ങ് വെക്കാൻ സാധ്യതയുള്ള സ്ഥലമായിരിക്കണം. പലപ്പോഴും പലരും റബ്ബർ തോട്ടത്തിൻ്റെ ഇടയ്ക്ക് വളരെ മോശപ്പെട്ട് യാതൊരു പരിചരണവും ഇല്ലാതെ നിൽക്കുന്ന തെങ്ങുകൾ മുറിച്ചു മാറ്റാനായിട്ട് നമ്മളോട് ആവശ്യപ്പെടും. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല ചെയ്യേണ്ടത്. അത്തരം തെങ്ങുകൾ നമ്മൾ മുറിച്ചു മാറ്റുന്നത് കൊണ്ട് നാട്ടിൽ ഒരു അധിക തേങ്ങ ഉൽപ്പാദനം ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു തെങ്ങിൻ തൈ വച്ച് പരിപാലിച്ച് തെങ്ങിൻ്റെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ഇടങ്ങളിൽ മാത്രമായിട്ട് ആ സബ്സിഡി ലിമിറ്റ് ചെയ്യണം. അങ്ങനെ പ്രോപ്പറായിട്ട് സർവേ ചെയ്ത് 25 ലക്ഷം രൂപ ഈ സമാശ്വാസ സഹായമായിട്ട് കർഷകർക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിക്കും. ഇനി അടുത്തത് ഗുണമേന്മയുള്ള പുതിയ തൈകൾ വെച്ച് പിടിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് നേരത്തെ പറഞ്ഞു ടോൾ വെറൈറ്റീസ്, ഡ്വാർഫ് വെറൈറ്റീസ്, രണ്ടും കൂടി സങ്കരണം നടത്തിയുണ്ടാക്കുന്ന സങ്കര ഇനങ്ങൾ. ഇതിൽ ഏതാണോ അനുയോജ്യമായത്, അവിടുത്തെ പ്രദേശങ്ങൾക്ക് അനുയോജ്യമായത്, അല്ലെങ്കിൽ അവിടുത്തെ ടെക്നിക്കൽ കമ്മിറ്റി ശുപാർശ ചെയ്യുന്നത്, ആ തെങ്ങുകൾ പകരം നൽകുന്നതിന് വേണ്ടി ഇതിൽ സബ്സിഡികൾ പ്രൊവിഷൻ ചെയ്തിരിക്കുന്നു. അപ്പോൾ 50% സബ്സിഡിയിൽ നമുക്ക് ഈ തെങ്ങിൻ തൈകൾ കർഷകർക്ക് കൊടുക്കാൻ സാധിക്കും. അത് പോളി ബാഗിലൊക്കെ നല്ല ഗുണമേന്മയുള്ള സർക്കാർ അംഗീകരിച്ച നഴ്സറികളിൽ നിന്നുള്ള പോളി ബാഗ് തൈകളാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഏപ്രിൽ മാസത്തിൽ അത് വിതരണം നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ മേട 10-ന് ശാസ്ത്രീയമായ രീതിയിൽ കുഴിയെടുത്ത് അത് നടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഘടക പദ്ധതി നമുക്കിതിൽ ആവിഷ്കരിക്കാം. ഇപ്പോൾ 2,500 തെങ്ങുകൾ മുറിച്ച് മാറ്റുമ്പോൾ നമ്മൾ 1,750 തൈകളാണ് പകരം കൊടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. മറ്റുള്ള തൈകൾ ആ കൃഷിക്കാരൻ തന്നെ സ്വന്തമായിട്ട് വാങ്ങി വെക്കുക എന്നുള്ള രീതിയിലാണ് ഈ പദ്ധതി ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ മൂല്യവർദ്ധിത സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. ആ പ്രദേശത്തിൻ്റെ പ്രത്യേകതകളനുസരിച്ച് അവിടെ ചകിരി നിർമ്മാണം, കയർ നിർമ്മാണം, ചകിരിച്ചോറിനെ കമ്പോസ്റ്റാക്കി മാറ്റുക, വിർജിൻ കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ ആക്ടിവേറ്റഡ് ചാർക്കോളോ ചിരട്ട ഉപയോഗിച്ചുകൊണ്ടൊക്കെ ഉള്ള മൂല്യവർദ്ധിത സംരംഭങ്ങൾ തുടങ്ങാൻ സമിതികളോ കർഷകരോ മുന്നോട്ട് വരികയാണെങ്കിൽ അവർക്ക്
പ്രോത്സാഹനം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫണ്ടും ഇതിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ഇങ്ങനെ ഇത്രയും ഘടക പദ്ധതികളാണ് ഇതിൽ വച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ സംയോജിത വളപ്രയോഗം നമുക്ക് തൊഴിലുറപ്പ് പദ്ധതിയുമായിട്ട് ലിങ്ക് ചെയ്യാം. കാരണം തെങ്ങിന് തടം തുറക്കുന്ന കാര്യം പഞ്ചായത്ത് കമ്മിറ്റി തൊഴിലുറപ്പ് പദ്ധതിയെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് നന്നായി നടക്കും. സംയോജിത കീടരോഗ നിയന്ത്രണം കാർഷിക കർമ്മസേനയോ അഗ്രോ സർവീസ് സെന്ററിനെയോ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് പോകാൻ സാധ്യതയുണ്ട്. ഇടവിള കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനും തൊഴിലുറപ്പ് പദ്ധതിയുടെയും അഗ്രോ സർവീസ് സെന്ററിന്റെയും കർമ്മസേനയുടെയും സഹായം തേടാം. ജലസേചന സൗകര്യത്തിന്റെ കാര്യം പറഞ്ഞു. കൃഷിക്കാരന് സ്വന്തം നിലയ്ക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഡ്രിപ്പ് ഇറിഗേഷൻ പോലെയുള്ള മൈക്രോ ഇറിഗേഷൻ പദ്ധതികളും സർക്കാരിന്റെ പദ്ധതികളുമായിട്ട് ഇത് ലിങ്ക് ചെയ്യാവുന്നതാണ്. ജൈവവള നിർമ്മാണ യൂണിറ്റുകളുടെ നിർമ്മാണത്തിൽ നമുക്ക് തൊഴിലുറപ്പ് പദ്ധതിയെ പ്രയോജനപ്പെടുത്താം. തെങ്ങേറ്റ യന്ത്രങ്ങൾ റെയ്ഡ്കോ കെയ്ക്കോ പോലുള്ള സ്ഥാപനങ്ങൾ സഹായിക്കും. രോഗം ബാധിച്ചതും ഉൽപാദനക്ഷമതയുള്ളതുമായ തെങ്ങുകൾ വെട്ടിമാറ്റുന്നതിനും കാർഷിക കർമ്മസേന അഗ്രോ സർവീസ് സെന്ററും അതുപോലെ നാട്ടിൻപുറത്തുള്ള മരം മുറിപ്പുകാരുടെ സേവനം നമുക്ക് തേടാം. നല്ല തൈകൾ കാർഷിക സർവകലാശാല, കൃഷി വകുപ്പ്, ഫാമുകൾ, കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡിന്റെ നഴ്സറികൾ അവിടെ നിന്ന് നമുക്ക് വാങ്ങാം. മൂല്യവർദ്ധിത സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് സ്മോൾ ഫാർമർ അഗ്രി ബിസിനസ് കൺസോർഷ്യം, അതുപോലെ കയർ ഫെഡ്, കയർ ബോർഡ് ഇതുപോലുള്ള സ്ഥാപനങ്ങളുമായിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യാം. അപ്പോൾ വളരെ ഭാവനാത്മകമായ രീതിയിലാണ് ഇതിൻ്റെ ഘടക പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ആ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന കേര കർഷക നമുക്കറിയാം. പാടശേഖര സമിതികൾ നെൽകൃഷിയുടെ മുഴുവൻ പഞ്ചായത്ത് തല കേര സമിതി രൂപീകരിക്കണമെന്ന് ഇതിൽ പറയുന്നു. അപ്പൊ കേര സമിതിയുടെ പഞ്ചായത്ത് കമ്മിറ്റിയിൽ ചർച്ച ചെയ്ത് വാർഡ് തല ജനപ്രതിനിധികളും മറ്റ് കർഷക സംഘങ്ങളുമായിട്ടൊക്കെ കൂടി ആലോചിച്ച് ഓരോ വാർഡിലും നാളികേര കർഷകരുടെ ചെറിയ കമ്മിറ്റികൾ രൂപീകരിച്ച് അതിൻ്റെ ഒരു അപ്പെക്സ് ബോഡി എന്നുള്ള നിലയിലാണ് കേര സമിതി രൂപീകരിക്കേണ്ടത്. അപ്പോൾ ഈ പഞ്ചായത്ത് തല കേര കർഷക സൊസൈറ്റി ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തുകൊണ്ട് അവർക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് ഈ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒന്നാം വർഷത്തെ 1 ലക്ഷം രൂപയും രണ്ടാം വർഷത്തെ 20,000 രൂപയും അതിലേക്ക് മാറ്റി ഒരു പ്രദേശത്തിൻ്റെ സമഗ്ര നാളികേര കൃഷിയുടെ വികസനത്തിനു വേണ്ടി അതിൻ്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കത്തക്ക തരത്തിൽ ജനകീയ പങ്കാളിത്തത്തോടുകൂടി നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് കേരഗ്രാമം. അപ്പോൾ ഈ ഒന്നാം വർഷത്തിൽ ഏതാണ്ട് 50 ലക്ഷം രൂപ നേരിട്ടുള്ള ബഡ്ജറ്ററി പ്രൊവിഷൻ, കൂടാതെ തൊഴിലുറപ്പ് പദ്ധതിയുടെ പ്രൊവിഷൻസും, കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡ്, അതുപോലെ കാർഷിക കർമ്മസേന, അഗ്രോ സർവീസ് സെന്റർ പോലെയുള്ള പ്രവർത്തനങ്ങളെല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് ഇതിനെ ഒരു 1 കോടിയെങ്കിലും മുതൽ മുടക്കുള്ള ഒരു പദ്ധതിയാക്കി മാറ്റാൻ ഭാവനാത്മകമായി പഞ്ചായത്തുകൾക്ക് സാധിക്കും. അപ്പോൾ ഈ കേര കർഷക സൊസൈറ്റിയുടെ കാർമ്മികത്വത്തിൽ നേരത്തെ പറഞ്ഞ ഘടക പദ്ധതികൾ കൃത്യമായിട്ട് നടപ്പിലാക്കുക എന്നുള്ളതാണ് കേരഗ്രാമം പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഒന്നാം ഘട്ടത്തിൽ 1/2 കോടി രൂപയും രണ്ടാം ഘട്ടത്തിൽ 20 ലക്ഷം രൂപയുമാണ് ഇപ്പോൾ അനുവദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രണ്ടാം വർഷത്തിൽ ഇതിന് ഈ സംയോജിത വളപ്രയോഗ പരിപാടികൾ തുടരുന്നതിനും തെങ്ങിൻ്റെ മണ്ട വൃത്തിയാക്കി പ്രതിരോധ മരുന്നുകൾ ചെയ്യുന്നതിനും ഇടവിള കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനുമൊക്കെയാണ് മുന്തിയ പരിഗണന കൊടുക്കുന്നത്. മൂന്നാം കൊല്ലം 6,20,000 രൂപയാണ് ഇതിനു വേണ്ടി പ്രൊവിഷൻ ചെയ്തിരിക്കുന്നത്. അവിടെ പ്രധാനമായിട്ടും തെങ്ങിൻ്റെ സംയോജിത വളപ്രയോഗ രീതികൾക്ക് മുൻഗണന കൊടുക്കുക എന്നുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഗവൺമെൻറ്. അപ്പോൾ ഒരു പഞ്ചായത്തിൽ 3 കൊല്ലം, ഒന്നാം കൊല്ലവും രണ്ടാം കൊല്ലവും മൂന്നാം കൊല്ലവും
ഈ സംയോജിത വളപ്രയോഗ പരിപാടികൾ ശരിയായ രീതിയിൽ നടപ്പിലാക്കുകയാണെങ്കിൽ 4ാമത്തെ കൊല്ലം മുതൽ അവിടുത്തെ തേങ്ങയുടെ ഉൽപാദനക്ഷമത വർദ്ധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതാണ് തെങ്ങിൻ്റെ ഒരു പ്രത്യേകത. തെങ്ങൊരു ദീർഘകാല വിളയാണ്. ഓരോ മാസവും തെങ്ങിന് ഓരോ പുതിയ ഓല വരുന്നുണ്ട്. ആ ഓലയുടെ കക്ഷത്ത് അല്ലെങ്കിൽ ആക്സിലിൽ ഒരു പൂങ്കുലയുമുണ്ട്. അപ്പോൾ ഈ പൂങ്കുല ആ മാസത്തെ കാലാവസ്ഥയെ ആശ്രയിച്ചിട്ടാണ് പൂങ്കുല വിരിഞ്ഞ് അത് പരാഗണം നടന്ന് വെള്ളയ്ക്ക കൊഴിയുകയോ കൊഴിയാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ തെങ്ങിന് നമ്മളൊരു വളം ചെയ്തു കഴിഞ്ഞാൽ ഏതാണ്ട് 36 മാസം കഴിയുമ്പോഴാണ് ആ ഇട്ട വളത്തിൻ്റെ ഫലമായിട്ടുണ്ടാവുന്ന ഒരു പ്രൈമോഡിയം അല്ലെങ്കിൽ ഒരു മെരിസ്റ്റം പൂങ്കുലയായിട്ട് രൂപം കൊള്ളുന്നതും അത് പിന്നീട് പുറത്തു വന്ന് ഒരു തേങ്ങയായി നമ്മുടെ കയ്യിൽ കിട്ടുമ്പോഴേക്കും വീണ്ടും ഒരു 10 മാസവും കൂടി എടുക്കും. അങ്ങനെ 46ാമത്തെ മാസമായിരിക്കും നമ്മൾ ചെയ്യുന്ന വളപ്രയോഗത്തിൻ്റെ പൂർണ്ണമായ ഗുണഫലങ്ങൾ ദൃശ്യമാകുന്നത് എന്നുള്ള ഒരു പ്രത്യേകത തെങ്ങിനുണ്ട്. ഇനി നമ്മൾ സംസാരിക്കുന്നത് തെങ്ങിൻ്റെ ഗുഡ് അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് ആണ്. കേരഗ്രാമവുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ പഞ്ചായത്തിലും പ്രോത്സാഹിപ്പിക്കേണ്ട ഉത്തമ കാർഷിക മുറകൾ അല്ലെങ്കിൽ ഗുഡ് അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം നമ്മുടെ സ്ഥലത്തിൻ്റെ കിടപ്പും ചെരിവും ഒക്കെ അനുസരിച്ച് നമുക്ക് പല രീതിയിൽ തെങ്ങ് നടാവുന്നതാണ്. അതിലേറ്റവും വ്യാപകമായി കോമൺ ആയിട്ട് കാണുന്ന നടീൽ രീതി സ്ക്വയർ സിസ്റ്റമാണ്. 7.6 മീറ്റർ അകലത്തിൽ തെങ്ങുകൾ നടുന്നു. അപ്പോൾ ഈ ഒരു അകലം മറ്റ് തെങ്ങിൽ നിന്ന് മാത്രമല്ല മറ്റൊരു വൃക്ഷവിളയിൽ നിന്നും പാലിച്ച് വേണം നമ്മൾ ഏത് വൃക്ഷവിളയിൽ നിന്നും 7.6 മീറ്റർ അകലത്തിലായിരിക്കണം തെങ്ങ് നടേണ്ടത് എന്നുള്ള കാര്യം വിസ്മരിക്കരുത്. ഇനി ഓരോ പ്രദേശത്തിൻ്റെ കിടപ്പനുസരിച്ച് ത്രികോണ രീതിയിൽ 7.6 മീറ്റർ അകലത്തിൽ നടുന്ന രീതിയുണ്ട്. ഇനി ഒറ്റവരി സിംഗിൾ ഹെഡ്ജ് എന്ന് പറയുന്ന രീതിയിൽ 2 വരികൾ തമ്മിൽ 9 മീറ്ററും ഒരു വരിയിലെ ചെടികൾ തമ്മിൽ 6.5 മീറ്ററും അകലം നൽകുന്ന ഒരു രീതി ചില സ്ഥലങ്ങളിൽ പിന്തുടരുന്നുണ്ട്. ഇരട്ട വരി അല്ലെങ്കിൽ ഡബിൾ ഹെഡ്ജ് എന്ന് പറയുന്ന സിസ്റ്റവും അങ്ങനെ ഒരു രീതിയിലും ചെയ്യാറുണ്ട്. അപ്പോൾ ഈ സിംഗിൾ ഹെഡ്ജ് ഡബിൾ ഹെഡ്ജ് സിസ്റ്റത്തിൽ നമുക്ക് ഒരു നിശ്ചിത സ്ഥലത്ത് കൂടുതൽ തെങ്ങ് ഉൾക്കൊള്ളിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഇനി തെങ്ങ് നടുമ്പോൾ കൃത്യമായിട്ടുള്ള പിറ്റ് സൈസ്, കുഴിയുടെ ആഴം, നീളം, വീതി ഇത് കൃത്യമായിട്ട് പാലിച്ചിരിക്കണം. 1 മീറ്റർ നീളവും 1 മീറ്റർ വീതിയും 1 മീറ്റർ ആഴവുമുള്ള കുഴികളാണ് സാധാരണഗതിയിൽ നമ്മൾ തെങ്ങിന് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. ഇനി വെള്ളക്കെട്ടോ അല്ലെങ്കിൽ വർഷത്തിൽ കുറച്ച് ആഴ്ചകളെങ്കിലും വെള്ളത്തിൻ്റെ ആധിക്യം ഉള്ള സ്ഥലങ്ങളിൽ കുഴിയെടുത്തല്ല കൂനയെടുത്തിട്ട് അതിൻ്റെ മുകളിൽ തെങ്ങിൻ തൈ വെക്കുന്ന രീതിയാണ് പിന്തുടരേണ്ടത്. അപ്പോൾ നമ്മൾ കുഴിയെടുത്ത് 1 മീറ്റർ നീളവും 1 മീറ്റർ വീതിയും 1 മീറ്റർ ആഴവുമുള്ള കുഴികളെടുത്ത് അതിൽ മേൽമണ്ണും ജൈവവളങ്ങളും കൂടി നിറച്ച് ആ കുഴിയുടെ ആഴം ഏതാണ്ട് 2 അടി ഫില്ല് ചെയ്ത് 1 മീറ്ററുള്ള കുഴിയുടെ 60 സെൻറ്റിമീറ്റർ ആഴം നമ്മൾ മേൽമണ്ണും ജൈവവളങ്ങളും കൂടി ഫില്ല് ചെയ്ത് അതിൽ ഒരു കല്ലക്കുഴി അല്ലെങ്കിൽ പിള്ളക്കുഴി എടുത്തിട്ടാണ് നമ്മുടെ കയ്യിലുള്ള തെങ്ങിൻ തൈ നമ്മൾ അതിലേക്ക് നടേണ്ടത്. അപ്പോൾ അതിന് കാരണം ഈ തെങ്ങിൻ തൈ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വേരുകൾക്ക് അടിയിലേക്ക് നിർബാധം പ്രതിരോധമൊന്നുമില്ലാതെ വളരെ സ്മൂത്തായിട്ട് അതിൻ്റെ വേരുകൾ അടിയിലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുഴിയെടുത്ത് അതിനുശേഷം അതിൽ പകുതി ഫില്ല് ചെയ്തിട്ട് വേണം തൈകൾ നടാനെന്നുള്ളത് ശുപാർശ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് പുറമേ നിന്നുള്ള വെള്ളം വന്നിറങ്ങാതിരിക്കാൻ ഈ ബാക്കിയുള്ള മണ്ണ് ഉപയോഗിച്ച് ഈ തെങ്ങിൻ കുഴിയുടെ ചുറ്റും ഒരു ചെറിയ ബാരിയർ അല്ലെങ്കിൽ ഒരു ബണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അമിതമായിട്ടുള്ള വെള്ളം ഈ തെങ്ങിൻ്റെ ഇടത്തിലേക്ക് ഇറങ്ങി തെങ്ങ് അഴുകിപ്പോകുന്ന ആ ഒരു പ്രശ്നം ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ട പരിചരണ മുറകളിൽ പ്രധാനപ്പെട്ടത് എല്ലാ കൊല്ലവും തടം തുറക്കുക എന്നുള്ളതാണ്. തെങ്ങിൻ്റെ ചുവട്ടിൽ നിന്ന് 1.25 മീറ്റർ റേഡിയസിൽ തടം തുറക്കുക. ഏതാണ്ട് ഒരു 1/4 അടി ആഴത്തിൽ തടം തുറക്കാം. അപ്പോൾ കുറച്ച് വേരുകളൊക്കെ പോവും. വേരുകൾ പോകുമ്പോൾ പകരം വേരുകൾ വന്നുകൊള്ളും. അപ്പോൾ ഈ ഒരു 1.25 മീറ്റർ റേഡിയസ് സ്ഥലത്ത് ഈ ഇടവപ്പാതിയും തുലാവർഷവും പെയ്യുന്നത് മുഴുവൻ അവിടെ തന്നെ ആഴ്ന്നിറങ്ങി അവിടെ ഭൂഗർഭത്തിൽ വേണ്ടത്ര വെള്ളം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. മാത്രമല്ല ഇതിൻ്റെ റൂട്ട് സോൺ എന്ന് പറയുന്നത്, ഇതിൻ്റെ സജീവമായിട്ടുള്ള വേരുകൾ വിന്യസിച്ചിരിക്കുന്നതും ഈ 1.25 മീറ്റർ റേഡിയസിലാണ്. അപ്പോൾ നമ്മൾ എന്ത് വളമിട്ട് കൊടുത്തു കഴിഞ്ഞാലും ഈ തെങ്ങിന് വളരെ കാര്യക്ഷമമായിട്ട് അത് പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ തടം തുറക്കുന്നതിന് നമുക്കൊരു തെങ്ങിന് 35 രൂപ നിരക്കിൽ സഹായം നൽകുന്നതിന് ഈ കേരഗ്രാമം പദ്ധതിയിൽ പ്രൊവിഷൻ ചെയ്തിരിക്കുന്നു. തൊഴിലുറപ്പ് പദ്ധതി സഹകരിക്കുകയാണെങ്കിൽ
പൈസ കൊടുക്കേണ്ടതില്ല. പകരം ആ പൈസ നമുക്ക് വളത്തിന് വേണ്ടിയിട്ടോ മറ്റ് ഘടക പദ്ധതികൾക്ക് വേണ്ടിയിട്ടോ പ്രയോജനപ്പെടുത്താം. ഇനി കുമ്മായ പ്രയോഗം അല്ലെങ്കിൽ ഡോളമൈറ്റിൻ്റെ പ്രയോഗം. തടം തുറന്നു കഴിഞ്ഞാൽ 1 കിലോ മുതൽ 2 കിലോഗ്രാം വരെ കുമ്മായം അല്ലെങ്കിൽ ഡോളമൈറ്റ് ഈ തടങ്ങളിൽ നന്നായി വിതറിക്കൊടുക്കുക. ആ സ്ഥലത്തെ മണ്ണിൻ്റെ pH മെച്ചപ്പെടുത്തുന്നതിന് അല്ലെങ്കിൽ അമ്ലത്വം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അതിന് ഒരു തെങ്ങിന് 9 രൂപ എന്നുള്ള സബ്സിഡി നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. അപ്പം 1 കിലോ കുമ്മായമോ ഡോളമൈറ്റോ വാങ്ങുമ്പോൾ അതിൻ്റെ 75% തുക നമുക്ക് കേര ഗ്രാമത്തിൽ നിന്ന് സബ്സിഡിയായി കേര ഗ്രാമത്തിൽ ഒരു തെങ്ങിന് 45 രൂപ വരെ ചെലവഴിക്കാൻ നമുക്ക് അനുവാദമുണ്ട്. ജൈവവളങ്ങൾക്ക് 50% സബ്സിഡി നിരക്കിൽ 20 രൂപ, രാസവളങ്ങൾക്ക് 50% സബ്സിഡി നിരക്കിൽ കൊടുക്കാം, കുമ്മായം 75% സബ്സിഡിയിൽ കൊടുക്കാം, മഗ്നീഷ്യം സൾഫേറ്റ്, ബോറാക്സ് പോലെയുള്ള സെക്കൻഡറി മൈക്രോ ന്യൂട്രിയൻസ് നമുക്ക് ഇതിൽ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഗുണമേന്മയുള്ള വളങ്ങൾ 2 തവണകളായിട്ട് ഇടവപ്പാതിക്കാലത്തും തുലാവർഷം കനക്കുന്നതിന് മുമ്പും കൊടുത്തുകൊണ്ട് തെങ്ങിൻ്റെ ചോട്ടിൽ പുതയിട്ട് വേണമെങ്കിൽ ഒരു വട്ടക്കിളയിലും കിളച്ച് ഇടുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിനകത്ത് ഫണ്ടുകൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ പുതയിടുക എന്നുള്ളത് ഒക്ടോബർ നവംബർ മാസങ്ങളൊക്കെ ആകുന്നതോടുകൂടി തെങ്ങിൻ്റെ ചോട്ടിലുള്ള ഭാഗത്തു നിന്ന് ജലാംശം നീരാവിയായി നഷ്ടപ്പെടുന്നത് തടയുന്നതിന് വേണ്ടിയിട്ടാണ് പുതയിടാൻ പറയുന്നത്. അപ്പോൾ തെങ്ങിൻ്റെ തന്നെ വിള അവശിഷ്ടങ്ങൾ, ഓലയും മടലും തൊണ്ടും ചൂട്ടും കൊതുമ്പും ചകിരിച്ചോറും എല്ലാം തന്നെ തെങ്ങിൻ്റെ ചോട്ടിൽ തന്നെ ഇട്ട് ദ്രവിച്ച് മണ്ണിലേക്ക് ചേരണം എന്നുള്ളതാണ് ശാസ്ത്രം പറയുന്നത്. അപ്പോൾ കരിയിലകളൊക്കെ കത്തിക്കുന്നതിന് പകരം തെങ്ങിൻ്റെ ചുവടുകളിൽ അഴുകിച്ചേരാനായിട്ട് നമ്മൾ അനുവദിക്കണം. അതിനും ഇതിൽ ഘടക പദ്ധതികൾ നമ്മളെ അനുവദിക്കുന്നുണ്ട്. ഇനി ജലസേചന മുറകളാണ്. ഡിസംബർ മുതൽ മെയ് മാസം വരെയുള്ള കാലത്ത് 3-4 ദിവസം കൂടുമ്പോൾ തെങ്ങിന് ഫ്ലഡ് ഇറിഗേഷൻ അല്ലെങ്കിൽ ഡ്രിപ്പ് ഇറിഗേഷൻ പോലെയുള്ള സംവിധാനങ്ങൾ വഴി കൃത്യമായിട്ട് നനയ്ക്കുകയാണെങ്കിൽ തെങ്ങിൻ്റെ ഉൽപ്പാദനം ഇരട്ടിയാകുന്നതായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ പമ്പ് സെറ്റുകൾ വാങ്ങുന്നതിനും അതിൻ്റെ ആക്സസറീസിനും ജലസേചന കിണറിനും ഘടക പദ്ധതികളുള്ള കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇടവിളകൾ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. തെങ്ങിൻ്റെ 7 വർഷം വരെ നമുക്ക് ഏത് ഇടവിളകളും ചെയ്യാം. വൃക്ഷങ്ങളല്ലാത്ത ഏത് ഇടവിളകളും ചെയ്യാവുന്ന കാലയളവാണ് ആദ്യത്തെ 7 കൊല്ലം. ഇപ്പോൾ തീറ്റപ്പുല്ല്, പൈനാപ്പിൾ, പയറുവർഗ്ഗങ്ങൾ, കിഴങ്ങ് വർഗ്ഗങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, പച്ചക്കറികൾ, വാഴ, ഇതൊക്കെ നമുക്ക് വിജയകരമായിട്ട് കൃഷി ചെയ്യാം. നല്ല രീതിയിൽ ഉള്ള ഒരു ഇടവിള മോഡൽ എന്ന് പറയുന്നത് മൾട്ടി ടയർ ക്രോപ്പിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ബഹുവിള കൃഷി സമ്പ്രദായമാണ്. ഒരു തോട്ടത്തിൽ പതിക്കുന്ന സൂര്യപ്രകാശത്തിൻ്റെ പല തട്ടുകളിൽ നിന്നും അത് ആഗിരണം ചെയ്യത്തക്ക രീതിയിലുള്ള വിളകൾ വളർത്തുക. ഇപ്പം തെങ്ങ് ഏറ്റവും പൊക്കത്തിൽ തെങ്ങ് നിൽക്കുന്നു. അപ്പോൾ സൂര്യപ്രകാശം ആദ്യം പ്രയോജനപ്പെടുത്തുന്നത് തെങ്ങിൻ്റെ ഓലകളാണ്. അവിടെ നിന്നും അരിച്ച് താഴേക്ക് വരുന്ന സൂര്യപ്രകാശം തെങ്ങിൻ്റെ അടിയിലേക്ക് പടത്തി വിട്ടിരിക്കുന്ന കുരുമുളക് ചെടിയിൽ നിന്ന് കുരുമുളക് ചെടി പടത്തി അതിൻ്റെ വരുമാനം നമുക്ക് കിട്ടും. അതും കഴിഞ്ഞ് താഴേക്ക് വരുന്ന സൂര്യപ്രകാശം തീറ്റപ്പുല്ല് അല്ലെങ്കിൽ പൈനാപ്പിൾ അല്ലെങ്കിൽ കിഴങ്ങ് വർഗ്ഗങ്ങൾ, ഇഞ്ചി, മഞ്ഞൾ, കൂവ, ഇങ്ങനെ പല തട്ടുകളിലായിട്ടുള്ള സൂര്യപ്രകാശം പ്രയോജനപ്പെടുത്തുന്നതിനുള്ള മൾട്ടി ടയർ ക്രോപ്പിംഗ് സിസ്റ്റം വളരെ ശാസ്ത്രീയമായ രീതിയിൽ 25 കൊല്ലത്തിന് മുകളിൽ വളർച്ചയുള്ള തോട്ടങ്ങളിൽ പൈനാപ്പിൾ കൃഷി ചെയ്തിരിക്കുന്നതിൻ്റെ ഒരു ചിത്രമാണ് ഈ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നത്. 2 നിര പൈനാപ്പിൾക്കിടയിൽ തീറ്റപ്പുല്ല് കൃഷി ചെയ്തിരിക്കുന്നതും ഇതിൽ കാണാം. അപ്പോൾ 25 കൊല്ലത്തിന് മുകളിൽ പ്രായമുള്ള തെങ്ങിൻ തോട്ടങ്ങളിൽ വളരെ സമൃദ്ധമായിട്ട് സൂര്യപ്രകാശം താഴേക്ക് പതിക്കും എന്നുള്ള അറിയാം. ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം ലഭിക്കേണ്ട വാഴ ഏത്തവാഴകളാണ്. പക്ഷേ ഞാലിപ്പൂവൻ, പാളയംകോടൻ, പടറ്റി, റോബസ്റ്റ, മൊന്തൻ ഇത്തരത്തിലുള്ള ഇനങ്ങൾക്ക് അല്പം സ്വല്പം സൂര്യപ്രകാശം കുറഞ്ഞാലും അവ നന്നായിട്ട് വളരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം തോട്ടത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് തെങ്ങിൻ്റെ പ്രായമനുസരിച്ച് നമുക്ക് ഏറ്റവും നല്ല വില കിട്ടുന്ന ഒരു കാർഷിക വിളയാണിപ്പോൾ കൊക്കോ. നമുക്കറിയാം ചോക്ലേറ്റിൻ്റെയൊക്കെ പിന്നെ ഡിമാൻഡ് വളരെ കൂടിയിരിക്കുന്ന ഒരു കാലമാണിപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ശാസ്ത്രീയമായ രീതിയിൽ 2 വരി തെങ്ങുകൾക്കിടയിൽ
ഒരു വരി കൊക്കോ നടുന്ന രീതി വളരെ നല്ലതാണ്. 25 കൊല്ലത്തിന് മുകളിൽ പ്രായമുള്ള തോട്ടങ്ങളിൽ ഗ്രാമ്പൂ, ജാതി പോലെയുള്ള ദീർഘകാല സുഗന്ധവ്യഞ്ജന വിളകളും നമുക്ക് നടാവുന്നതാണ്. അപ്പോൾ ഇതിന് ഹെക്ടറിന് 12,000 രൂപ നിരക്കിൽ അപ്പം ഓരോ തോട്ടത്തിൻ്റെയും പ്രത്യേകത അനുസരിച്ച് തെങ്ങ്, കുരുമുളക്, വാഴ, തീറ്റപ്പുല്ല്, പൈനാപ്പിൾ ഇങ്ങനെ ഒരു 5-6 വിളകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമ്മിശ്ര ബഹുവിള കൃഷി സമ്പ്രദായം പിന്തുടരുക എന്നുള്ളതാണ് തെങ്ങിൻ തോട്ടത്തിലുള്ള വരുമാനം വർദ്ധിപ്പിക്കാൻ കാരണം. ഡിസംബർ മാസമാകുമ്പോഴേക്കും മഴ ഏതാണ്ട് നിലയ്ക്കുന്നു. ജനുവരി, ഫെബ്രുവരി, മാർച്ച് വരെ കാര്യമായിട്ട് മഴ കിട്ടില്ല. ഏപ്രിൽ മാസത്തിൽ വേനൽ മഴ കിട്ടാൻ സാധ്യതയുണ്ട്. വീണ്ടും മെയ് മാസത്തിൽ ഒരു ഡ്രൈ സ്പെല്ലാണ് വരുന്നത്. അപ്പോൾ ഈ ഡിസംബർ മുതൽ മെയ് വരെയുള്ള കാലഘട്ടത്തിൽ ഈ 2 മഴക്കാലത്തും പെയ്ത് ആ തടങ്ങളിൽ ലഭ്യമായിട്ടുള്ള വെള്ളം നീരാവിയായി നഷ്ടപ്പെടാതിരിക്കാൻ ശാസ്ത്രീയമായ രീതിയിൽ തെങ്ങിൻ്റെ ഓലകളും തൊണ്ടും ഒക്കെ ഉപയോഗിച്ച് പുതയിടുന്ന പ്രക്രിയ വളരെ പ്രധാനമാണ്. അതിന് സബ്സിഡി നൽകാനായിട്ട് കേരഗ്രാമത്തിൽ പ്രൊവിഷൻ ചെയ്തിരിക്കും. ഇതിലുള്ള തൊണ്ട് മലർത്തിയും മുകളിലത്തെ തൊണ്ട് കമിഴ്ത്തിയും അടുക്കുന്നത് ഈ തുലാവർഷകാലത്തെ ഏറ്റവും നല്ല ഒരു ജലസംരക്ഷണ പ്രവർത്തനമാണ്. അതുപോലെ 2 വരി തെങ്ങിൻ്റെ നടുവിൽ ഒരു ട്രെഞ്ച് എടുത്ത് അതിൽ 2-3 വരി തൊണ്ടുകൾ പാകി അതിൻ്റെ സൈഡിൽ പൈനാപ്പിൾ കൃഷി ചെയ്യുന്ന രീതിയും വളരെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ്. പച്ചിലകൾ, ചീമക്കൊന്ന, സുബാബിൾ, കണിക്കൊന്ന, പീലിവാക ഇങ്ങനെയുള്ള ചെടികളുടെ തോലുകളും നമുക്ക് ഈ തെങ്ങിൻ്റെ തടത്തിൽ കൊടുക്കാവുന്നതാണ്. അപ്പോൾ തെങ്ങിൻ്റെ തടത്തിന് ചുറ്റും ക്രോട്ടലേറിയ അല്ലെങ്കിൽ കിലുക്കി, ചണമ്പ് പോലെയുള്ള പച്ചിലവള വിളകളും കൃഷി ചെയ്യാനായിട്ട് കൃഷിക്കാർ നമ്മളുടെ ശ്രദ്ധ പതിയേണ്ട മേഖല. 2 ചെല്ലികളാണ് തെങ്ങിൻ്റെ ഏറ്റവും വലിയ ശത്രുക്കൾ. അതിൽ ഒന്നാമത്തെ ചെല്ലി കൊമ്പൻ ചെല്ലിയാണ്, രണ്ടാമത്തെ ചെല്ലി ചെമ്പൻ ചെല്ലിയുമാണ്. അപ്പോൾ കൊമ്പൻ ചെല്ലിയാണ് പലപ്പോഴും ചെമ്പൻ ചെല്ലി വരാനായിട്ടുള്ള വഴിയൊരുക്കി കൊടുക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. അപ്പോൾ ചാണകക്കുഴികളിലാണ് കൊമ്പൻ ചെല്ലിയുടെ പുഴുക്കളെ കാണുന്നത്. അപ്പോൾ കൊമ്പൻ ചെല്ലി പെണ്ണുങ്ങൾ ചാണകക്കുഴികളിൽ മുട്ടയിട്ട് അത് വിരിഞ്ഞ് പുറത്തു വരുന്ന ക്രീം നിറത്തിലുള്ള കുണ്ടളപ്പുഴുക്കൾ ചാണകം തിന്ന് തെഴുത്ത് കൊഴുത്ത് സമാധി ദശ കഴിഞ്ഞ് വീണ്ടും മണ്ടായിട്ട് തെങ്ങിൻ്റെ മണ്ടയിലേക്ക് വരികയും തെങ്ങിൻ്റെ നാമ്പോല കുത്തി തുരന്ന് അവിടെ അഴുകാൻ കാരണമാവുകയും ചെയ്യുന്നു. ഇനി അത്തരം മുറിവുകളിലൂടെ, കൊമ്പൻ ചെല്ലി ഉണ്ടാക്കുന്ന മുറിവുകളിലൂടെ ചെമ്പൻ ചെല്ലി കടക്കുകയും ആ തെങ്ങിൻ്റെ മണ്ട മറിച്ച് കളയുകയും ചെയ്യുന്നു. അതോടുകൂടി തെങ്ങ് പൂർണ്ണമായും നശിക്കുന്നു. അപ്പോൾ കൊമ്പൻ ചെല്ലി പൂർണ്ണമായിട്ട് നശിപ്പിക്കാൻ കാരണമാകുന്നില്ല, പക്ഷേ ചെമ്പൻ ചെല്ലിയാണ് പൂർണ്ണമായിട്ട് നശിക്കാൻ കാരണമാകുന്നത്. അപ്പോൾ തെങ്ങിൻ്റെ തടികളിൽ അനാവശ്യമായിട്ട് മുറിവുകൾ ഉണ്ടാക്കാതിരിക്കുക, പൊത വെട്ടുക, ഓല മടല് തെങ്ങിൻ്റെ തടിയോട് ചേർത്ത് മുറിക്കുക, ഇതൊക്കെ ഈ കൊമ്പൻ ചെല്ലിയെ ആകർഷിക്കാൻ സാധ്യതയുള്ള പ്രവൃത്തികളാണ്. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. അതുപോലെ തടി വിരിയുന്ന ഘട്ടത്തിൽ തൈ കഴിഞ്ഞ് അതിൻ്റെ കൗമാരം എന്ന് പറയുന്ന ആ യൗവനത്തിലേക്ക് കടക്കുന്ന സമയത്ത് ചെറിയ വിള്ളലുകൾ തെങ്ങിൻ്റെ അടിയിൽ ഓട്ടോമാറ്റിക്കായിട്ട് വരും. അത്തരം വിള്ളലുകളിലൂടെ ചെമ്പൻ ചെല്ലി കയറാം. അപ്പം അതുകൊണ്ട് കൃത്യമായിട്ടും നിരീക്ഷണം വേണം. ഓരോ 3 മാസം കൂടുമ്പോഴും തെങ്ങിൻ്റെ അവസാനം വിരിഞ്ഞ 3 ഓലയുടെ കവിളുകളിൽ മണലും വേപ്പിൻ പിണ്ണാക്കും തുല്യ അളവിൽ നിക്ഷേപിക്കുകയോ അല്ലെങ്കിൽ 1 കിലോ മണലിന് 25 ഗ്രാം ഫെർട്ടറ എന്ന് പറയുന്ന തരി രൂപത്തിലുള്ള കീടനാശിനി കൂട്ടിക്കലർത്തി കവിളുകളിൽ നിക്ഷേപിക്കുകയോ പാറ്റാഗുളിക നിക്ഷേപിച്ചതിന് ശേഷം അതിൽ മണലിട്ട് നിറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിനൊരു ഘടക പദ്ധതി കേരഗ്രാമത്തിലുണ്ട്. തെങ്ങിൽ കയറി ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് തെങ്ങൊന്നിന് 50 രൂപ നിരക്കിൽ 50% സബ്സിഡിയിൽ പ്രയോജനപ്പെടുത്താം. അതിനാവശ്യമായിട്ടുള്ള രാസവസ്തുക്കൾ അല്ലെങ്കിൽ ജൈവ വസ്തുക്കൾക്ക് വേണ്ടി ഒരു തെങ്ങിന് 50% സബ്സിഡി നിരക്കിൽ 10 രൂപയും ചെലവഴിക്കാം. അപ്പോൾ അതിന് ക്യാമ്പയിനുകൾ, ഈ ചെല്ലികളെ നിയന്ത്രിക്കുന്നതിനുള്ള തീവ്രയത്ന പരിപാടികൾ ഡിസൈൻ ചെയ്ത് നടപ്പിലാക്കാൻ കാർഷിക കർമ്മസേന, തൊഴിലുറപ്പ് പദ്ധതി, അഗ്രോ സർവീസ് സെൻ്ററിൻ്റെ പ്രവർത്തനങ്ങളും നമുക്ക് പ്രയോജനപ്പെടുത്താം. അതുപോലെ മണ്ടരി,
90-കൾക്ക് ശേഷം കേരളത്തിലെ തെങ്ങുകളെ ഒഴിയാബാധയായിട്ട് പിടികൂടിയിരിക്കുന്നതാണ് മണ്ടരി ബാധ. അപ്പോൾ ഇത് തെങ്ങിലെ വേപ്പിൻ പിണ്ണാക്ക്, വളങ്ങളോടൊപ്പം വേപ്പിൻ പിണ്ണാക്ക് സ്ഥിരമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് മണ്ടരി ബാധ കുറയാൻ സഹായിക്കും. അതുപോലെ ഈ മണ്ട വൃത്തിയാക്കുമ്പോൾ അതിൻ്റെ പൂങ്കുലകളിൽ, വെള്ളയ്ക്ക ആയ കുലകളിൽ 2% വീര്യത്തിലുള്ള വേപ്പെണ്ണ എമൽഷനോ അല്ലെങ്കിൽ വെറ്റബിൾ സൾഫർ 2% സ്പ്രേ ചെയ്യുകയാണെങ്കിൽ മണ്ടരി ബാധ നിയന്ത്രിക്കാൻ സാധിക്കും. അത് ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്യാം. ചാഴി, പൂങ്കുല ചാഴി അല്ലെങ്കിൽ കോറിഡ് ബഗ് എന്ന് പറയുന്ന കീടം ചില പ്രദേശങ്ങളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അത് പ്രിവെൻറ്റ് ചെയ്യുന്നതിന് നമുക്ക് പദ്ധതികൾ ആവിഷ്കരിക്കാം. അങ്ങനെ മണ്ടചീയൽ, ഇതാണ് ഈ ശൈശവദശയിൽ, ബാല്യകാലത്ത്, തെങ്ങിൻ്റെ ബാല്യകാലത്ത് തെങ്ങ് ഏറ്റവും കൂടുതൽ പോകുന്നത് ഈ അഴികൽ രോഗം ബാധിച്ചിട്ടാണ്. മണ്ടചീയൽ എന്ന് പറയുന്ന രോഗം ബാധിച്ചിട്ടാണ്. ഫൈറ്റോഫ്തോറ പാൽമിവോറ എന്ന് പറയുന്ന ഒരു ഫംഗസാണ് അതിന് കാരണം. അപ്പോൾ ഇത് വലിയ തെങ്ങുകളിലും വരാം, പക്ഷേ ഏറ്റവും കൂടുതൽ കാണുന്നത് തൈത്തെങ്ങുകളിലാണ്, തെങ്ങിൻ തൈകളിലാണ്. അതുകൊണ്ട് ഹെക്സാകൊണാസോൾ അല്ലെങ്കിൽ കോണ്ടാഫ് പ്ലസ് എന്ന് പറയുന്ന കുമിൾനാശിനി 2 മില്ലി 300 മില്ലി വെള്ളത്തിൽ കലക്കി 3 മാസം കൂടുമ്പോൾ ഇതിൻ്റെ മണ്ടയിൽ ഒഴിക്കുകയും ഇതിൻ്റെ ഓലകളിൽ സ്പ്രേ ചെയ്യുകയും ചെയ്യുന്നത് ഒരു ഘടക പദ്ധതിയായിട്ട് എടുക്കാം. അതിന് ഈ തെങ്ങിൻ്റെ ഇല ദ്രവിക്കൽ അല്ലെങ്കിൽ ലീഫ് റോട്ട് എന്ന് പറയുന്ന രോഗത്തെയും അതിലൂടെ നിയന്ത്രിക്കാൻ സാധിക്കും. അതുപോലെ ഇൻഡോഫിൽ അല്ലെങ്കിൽ കോപ്പർ ഓക്സിക്ലോറൈഡ് എന്നൊക്കെ പറയുന്ന മാംഗോസബ് പോലെയുള്ള കുമിൾനാശിനികൾ ചെറിയ അളവിൽ തുണിക്കിഴികളിലോ അല്ലെങ്കിൽ സാഷകളിലോ പൊതിഞ്ഞ് ഈ തെങ്ങിൻ്റെ നടുനാമ്പിൽ നിക്ഷേപിക്കുന്നതും ഈ മണ്ട അഴികൽ നിയന്ത്രിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നൊരു പദ്ധതിയാണ്. അപ്പോൾ അതൊക്കെ ചെയ്യുന്നതിന് കേരഗ്രാമത്തിൻ്റെ ഫണ്ടുകളെ നമുക്ക് ഭാവനാത്മകമായിട്ട് പ്രയോജനപ്പെടുത്താം. ഇതാണ് ലീഫ് റോട്ട് അല്ലെങ്കിൽ ഇലദ്രവിക്കൽ. പ്രത്യേകിച്ചും കാറ്റുവീഴ്ച ബാധിച്ച സ്ഥലങ്ങളിലെ തെങ്ങുകളിലാണ് ഏറ്റവും കൂടുതൽ ഇലദ്രവിക്കൽ കാണുന്നത്. ഇലകൾ ദ്രവിക്കുന്നതോടുകൂടി തെങ്ങിൻ്റെ ഫോട്ടോസിന്തറ്റിക് എബിലിറ്റി കുറയുകയും അതിൻ്റെ തേങ്ങയുടെ പൂങ്കുലയിൽ പെൺപൂക്കൾ കുറയുകയും പെൺപൂക്കൾ തേങ്ങയാവുന്ന പ്രക്രിയ കാര്യക്ഷമത കുറയുകയും അവസാനം ഉൽപ്പാദനക്ഷമത കുറയുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ ചെറിയ പ്രായത്തിലെ തന്നെ ഈ ഫലപ്രദമായ മരുന്നുകൾ പ്രയോഗിക്കുന്നതിലൂടെയും കാര്യക്ഷമമായ വളപ്രയോഗത്തിലൂടെയും നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. അപ്പം അങ്ങനെ ഒരു കാർഷിക സംസ്കാരം, ഒരു രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് അത് വരാതെ നോക്കുന്നതാണ്. അത് ജനകീയ പങ്കാളിത്തത്തോടെ ഒരു ക്യാമ്പയിൻ, ഒരു തീവ്രയത്ന പരിപാടിയായിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കേര കർഷക സൊസൈറ്റി പോലുള്ള സംവിധാനങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. ഇനി തെങ്ങിൻ്റെ വളങ്ങൾ, തെങ്ങിന് ചില മൂലകങ്ങൾ കുറയുമ്പോൾ ഉള്ള പ്രശ്നങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനം മഗ്നീഷ്യവും ബോറോണുമാണ്. മഗ്നീഷ്യം കുറയുമ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ തെങ്ങിൻ്റെ ഓല മഞ്ഞളിക്കാൻ തുടങ്ങും. പ്രത്യേകിച്ച് ഒരു മഴക്കാലം കഴിയുമ്പോഴേക്കും, ഇടവപ്പാതി കഴിയുമ്പോഴേക്കും തെങ്ങിൽ ഈ മഴവെള്ളത്തോടൊപ്പം തന്നെ മഗ്നീഷ്യം പോലുള്ള മൂലകങ്ങൾ ലീച്ച് ചെയ്ത് മണ്ണിനടിയിലേക്ക് പോയിട്ടുണ്ടാവും. അപ്പോൾ ഒരു റീചാർജിങ്, മഗ്നീഷ്യത്തിൻ്റെ ഒരു റീചാർജിങ് വളരെ ആവശ്യമാണ്. അപ്പോൾ വളപ്രയോഗത്തിൽ 500 ഗ്രാം മഗ്നീഷ്യം സൾഫേറ്റ് ഇടവപ്പാതി കഴിഞ്ഞുള്ള തുലാവർഷ വളത്തിൽ ചേർക്കുകയാണെങ്കിൽ തെങ്ങിനത് ഗുണകരമായിരിക്കും. ബോറോൺ എന്ന് പറയുന്ന കുഞ്ഞൻ സൂക്ഷ്മ മൂലകമാണ്, പക്ഷെ കേമനാണ്. അത് മണ്ണിൽ കുറയുകയാണെങ്കിൽ തെങ്ങ് ഇതുപോലെ പേട്ട് തേങ്ങയായിട്ട് അകത്ത് പരിപ്പില്ലാത്ത അവസ്ഥ വരും. തെങ്ങിൻ്റെ ഓല വിരിയാൻ ഒരു വൈമനസ്യം തെങ്ങ് കാണിക്കും. തെങ്ങിൻ്റെ കുല വെട്ടുന്ന സമയത്ത് വലിയ തേങ്ങകളോടൊപ്പം ചെറിയ വെള്ളയ്ക്ക പോലെ കൊഴിയാതെ പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ബോറോൺ കുറവായതിൻ്റെ പ്രത്യക്ഷ ലക്ഷണങ്ങളാണ്. അത് അങ്ങനെയുള്ള തെങ്ങുകൾക്ക് വർഷത്തിൽ 2ാം വളത്തോടൊപ്പം, തുലാവർഷ വളത്തോടൊപ്പം ഒരു 125 ഗ്രാം ബോറാക്സ് എന്ന് പറയുന്ന വളവും കൂടി ചേർത്ത് വളപ്രയോഗം നടത്താൻ ശ്രദ്ധിക്കണം. അപ്പം ഇത്തരത്തിൽ ജനകീയ പങ്കാളിത്തത്തോടെ സുതാര്യമായി ജനങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ട് തെങ്ങിൻ്റെ വളപ്രയോഗം, കീടരോഗ നിയന്ത്രണം, മൂല്യവർധന, യന്ത്രവൽക്കരണം, ഇടവിള കൃഷി, ജലസേചന സൗകര്യം, ഇങ്ങനെ സമസ്ത മേഖലകളെയും സ്പർശിച്ചുകൊണ്ട് തയ്യാറാക്കിയിട്ടുള്ളൊരു പദ്ധതിയാണ് കേരഗ്രാമം പദ്ധതി. അപ്പോൾ ഈ കേരഗ്രാമം പദ്ധതി തിരഞ്ഞെടുക്കപ്പെട്ട കൃഷിഭവനുകളിലാണ് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാത് കൃഷിഭവനുകളുമായിട്ട് ബന്ധപ്പെടുക, അവിടെ ഈ പദ്ധതി നടപ്പിലാക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കുക, ഉണ്ടെങ്കിൽ അതിൻ്റെ സമിതിയിൽ മെമ്പർഷിപ്പ് എടുക്കുക, അപേക്ഷകൾ നൽകുക. കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥർ നിങ്ങളുടെ തോട്ടം പരിശോധിക്കാനായിട്ടെത്തും, അല്ലെങ്കിൽ സമിതിയുടെ പ്രവർത്തകരെത്തും.
അപ്പോൾ നിങ്ങൾക്കിതിൽ ഏത് ഘടക പദ്ധതിക്കാണോ അർഹത ഉള്ളത് ആ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി അത് സഹായിക്കും. അപ്പോൾ ഇതാണ് കേരള ഗവൺമെൻറ് കാർഷിക വിളയായി നാളികേരത്തിൻ്റെ സമഗ്ര വികസനത്തിന് വേണ്ടി കഴിഞ്ഞ 4-5 വർഷങ്ങളായിട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കേരഗ്രാമം പദ്ധതിയുടെ വിശദാംശങ്ങൾ. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങളുമായിട്ട് സംവദിക്കാൻ സാധിച്ചതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഇടയ്ക്ക് അല്പം സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതുമായിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്നെ നേരിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. 9496769074 എന്ന് പറയുന്ന നമ്പറിൽ എന്നെ വിളിക്കാം. ഞാൻ പ്രമോദ് മാധവൻ, കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ കൃഷി ഓഫീസറാണ്. ഈ കേരഗ്രാമം പദ്ധതി 2018-19, 19-20, 20-21 വർഷം വളരെ ജനകീയമായും സുതാര്യമായും നടത്തിയ ഒരു കാർഷിക സംസ്കാരം. തെങ്ങൊരു പ്രവർത്തനം ഇനി വരാൻ പോകുന്ന പഞ്ചായത്തുകളിലെ കർഷക സുഹൃത്തുക്കൾക്കും